ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ മരിയനെ കാണാൻ വേണ്ടി കിരണും കല്യാണും കൂടി മരിയയുടെ ഒരു ഫ്ലാറ്റിലേക്ക് വരുവാണ്. മരിയയുടെ അടുത്ത് പറയണ്ട, കിരൺ മാഡം ഇത് മാഡത്തിനെ അറിയില്ല, എൻ്റെ ഭാര്യയാണ്, അന്ന് ഓഫീസിൽ വന്നപ്പോൾ കണ്ടില്ലായിരുന്നോ? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എനിക്ക് എൻ്റെ മനോഹറിനെ കുറിച്ച് ഇപ്പോൾ അറിയേണ്ടത്. എൻ്റെ മനോഹർ ഇപ്പോൾ എവിടെയാണ്? നിങ്ങൾക്ക് അവനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞതാ മാഡം, അതെല്ലാം പറയാൻ വേണ്ടി തന്നെയാണ് മാഡത്തിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ വന്നത് എന്ന് പറയാണ്. കല്യാണം ചോദിക്കേണ്ടല്ല, മാഡത്തിന് എന്താ അവൻ്റെ കാര്യത്തിൽ ഇത്ര ശ്രദ്ധ? മാഡം അവനും തമ്മിലുള്ള ബന്ധം എന്താ എന്ന് ചോദിക്കുമ്പോഴേക്കും മരിയ പറയണ്ട്, ഞാനും അവനും തമ്മിലുള്ള ബന്ധം ഞാനെന്തിനാ നിങ്ങളത് പറയണത്? അത് പറയേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ മാഡം ഞങ്ങൾ പറഞ്ഞത് പൂർണ്ണമായിട്ട് മാഡം കേട്ടേ പറ്റൂ, ഞങ്ങൾക്ക് കുറച്ച് സൗകര്യമായിട്ട് മാഡത്തിനോടൊന്ന് സംസാരിക്കണം എന്ന് പറയാണ്. എനിക്ക് മനസ്സിലായി ഇപ്പം നിങ്ങൾ ആരാണെന്ന്. നിങ്ങൾ അവരുടെ അമ്മാവൻ്റെ മക്കളാരെങ്കിലും ആയിരിക്കുമോ അല്ലേ? അമ്മാവൻ്റെ മക്കളോ? ആരുടെ? മനോഹരൻ്റെ അമ്മാവൻ്റെ മക്കൾ ഞങ്ങളോ? എൻ്റെ മാഡം അവന് അമ്മാവനുമില്ല, അമ്മായില്ല, അച്ഛനില്ല, അമ്മയില്ല, ആരുമില്ല എന്ന് പറയണം. നിങ്ങൾ എന്തൊക്കെയാണ് പറയണത് കിരൺ എന്ന് ചോദിക്കുകയാണ്. അതെ മാഡം, ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ്. ചിലപ്പോൾ അവൻ പറഞ്ഞു കാണുമായിരിക്കും അവൻ്റെ അമ്മാവൻ്റെ മക്കൾ വരും പ്രശ്നം ഉണ്ടാക്കും എന്നല്ലേ? അതെ, അവൻ പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അമ്മാവൻ്റെ മക്കളൊക്കെ വന്നിട്ട് എൻ്റെയും അവൻ്റെ പ്രണയബന്ധവും വിവാഹബന്ധമൊക്കെ വേർപ്പെടുത്താൻ വേണ്ടി നോക്കും, ഞങ്ങളുടെ തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി അവൻ്റെ അമ്മാവൻ്റെ മക്കളും ബന്ധുക്കളൊക്കെ ശ്രമിക്കുമെന്ന്. അങ്ങനത്തെ ഒരുത്തനല്ലേ ഒരുത്തനും ഒരുത്തിയല്ലേ നിങ്ങൾ? എനിക്കറിയാം, അവൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഭയങ്കര കുളിരാത്തവരാണെന്നും അവനെ വളരെ ശത്രുവായിട്ട് കാണുന്നവരാണെന്നും ഒക്കെ അവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അവനെക്കുറിച്ച് മനഃപൂർവ്വം ഇല്ലാത്തത് പറയല്ലേ എന്ന് മരിയ ചോദിക്കുമ്പോൾ കിരൺ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മാഡം ഞങ്ങൾ ചോദിച്ചില്ല, മാഡം ആദ്യം മറുപടി പറ, അതിനുശേഷം ഞങ്ങൾ പറയാം ഞങ്ങളുടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഞങ്ങളുടെ ഉള്ളിൽ മനസ്സിലെന്താണെന്നൊക്കെ മാഡത്തിനോട് ഞങ്ങൾ പറയാം. പക്ഷേ മാഡം പറയണം, മാഡവും അവനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് മാഡം പറഞ്ഞേ പറ്റൂ എന്ന് പറയുമ്പോഴേക്കും ശരി ഞാൻ പറയാം, എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലിയില്ലേ, ഈ താലി അവൻ കെട്ടിയ താലിയാ എന്ന് പറയാണ്. ആര്? മനോഹരോ? അതെ, മനോഹർ കെട്ടിയ താലിയാ. മാഡം എന്തൊക്കെയാണ് പറയണതെന്ന് കല്യാണം ചോദിക്കുമ്പോൾ അതെ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞായിരുന്നു. ഞാനും അവനും കൂടി അമേരിക്ക പോണ സമയത്ത് ആദ്യത്തെ യാത്ര മുടങ്ങിയത്. അന്ന് ടിക്കറ്റും വിസയൊക്കെ പാസ്പോർട്ടൊക്കെ മിസ്സായി. അതിനുശേഷം ഇന്ന് രാവിലെ ഞങ്ങൾ അമേരിക്ക പോകാൻ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് അവൻ മിസ്സായത്. അവൻ എവിടെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ എന്ന് മരിയ ചോദിക്കുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അവൻ വേറെ എവിടെയല്ല, അവൻ ഹോസ്പിറ്റലുണ്ട്, അവനെ ICUലാണ്. മാഡത്തിന് വേണമെങ്കിൽ അവനെ കാണാൻ വേണ്ടി പോകാം. പക്ഷേ അപ്പോൾ കാണുന്ന സമയത്ത് മാഡം ഇപ്പോൾ കഴുത്തിൽ കിടക്കുന്ന താലിയുടെ കാര്യം പറഞ്ഞില്ലേ, അതെടുത്ത് അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയും. അങ്ങനത്തെ കാര്യങ്ങൾ അവൻ ചെയ്തു വെച്ചിരിക്കുന്നത്. മാഡത്തിന് വിരോധമില്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ വന്നാൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പറയാം എന്ന് പറയാണ്. ശരി, ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരാം എന്ന് പറഞ്ഞിട്ട് മരിയ അവിടെ നിന്ന് പോകുന്നുണ്ട്. ശേഷം കിരണും കല്യാണി മരിയയും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ചായ കുടിക്കാട്ടോ. മരിയ പറയണ്ട്, എനിക്ക് നിങ്ങൾ പറഞ്ഞതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോഴേക്കും കിരൺ പറയണ്ട്, അതെ മാഡം വിശ്വസിക്കേണ്ട, പക്ഷെ ഞാനൊരു കാര്യം മാഡത്തിനോട് പറയട്ടെ. അന്ന് മാഡം ഞങ്ങളുടെ കമ്പനി കൺസ്ട്രക്ഷൻ വർക്ക് തരാൻ വേണ്ടി വന്നു, പിന്നീട് അത് വേണ്ടെന്ന് വെച്ചു മാഡം പോയി. സത്യം പറ മാഡം, അത് അവൻ പറഞ്ഞിട്ടില്ല മാഡം വേണ്ടെന്ന് വെച്ചത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ മരിയ പറയണ്ട്, അതെ അവനന്ന് നിങ്ങളുടെ കമ്പനി വന്നപ്പോഴേക്കും ഇതാണോ കമ്പനി, ഈ കമ്പനിയിൽ കൺസ്ട്രക്ഷൻ വർക്ക് കൊടുക്കേണ്ട എന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിച്ച് അവിടെ നിന്ന് കൊണ്ടുവരുന്നു. അതെ, അപ്പം തന്നെ മാഡത്തിന് മനസ്സിലായില്ലേ അവൻ ഞങ്ങളെ ഭയക്കുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? അവൻ്റെ ഒരുപാട് ബന്ധങ്ങളെക്കുറിച്ച് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ കുറച്ച് ആൾക്കാർക്കൊക്കെ അറിയാം. ഈ തിരുവനന്തപുരത്ത് തന്നെ അവൻ 5-6 വിവാഹം കഴിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് മാത്രമല്ല, എല്ലാ ജില്ലയിലുണ്ട്. ഗൾഫിൽ വരെ അവൻ്റെ ഭാര്യമാരുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. സത്യം പറഞ്ഞാൽ അവൻ്റെ ഭാര്യമാരൊന്നും അവന് തിരിച്ചറിയാൻ പറ്റില്ല, കാരണം അത്രമാത്രം അവൻ പെണ്ണ് കേട്ടിട്ടുണ്ട്. പക്ഷെ അവൻ്റെ ഭാര്യമാർക്കെല്ലാം അവനെ നന്നായിട്ട് അറിയാം. കഴിഞ്ഞ ദിവസം പോലും ഒരു പെൺകുട്ടിയായിട്ടുള്ള വിവാഹത്തിലേക്ക് അടുത്തപ്പോൾ ഞങ്ങളത് പൊളിച്ച് കയ്യിൽ കൊടുത്തതാണ്. അതോടെ അവൻ ഈ പരിപാടി നിർത്തി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അവൻ ഇപ്പോഴും തുടർന്നുള്ള കാര്യം മാഡത്തിനെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. കല്യാണി പറയുന്നുണ്ട്, അതേ മാഡം, അയ്യോ നിങ്ങൾ എന്നെ മാഡം എന്ന് വിളിക്കല്ലേ, മരിയ എന്ന് വിളിച്ചാൽ മതി. ശരി മരിയ, ഞങ്ങളൊരു കാര്യം പറഞ്ഞോട്ടെ. കഴിഞ്ഞ ദിവസം മരിയനെ കാണാൻ വേണ്ടി അവൻ്റെ ഒരു ഭാര്യ വന്നിരുന്നു. സരിയോ? അതവൻ്റെ ഭാര്യയായിരുന്നോ? അതെ, അവൻ്റെ ഭാര്യ. അവളോടൊത്ത് മാത്രമേ അവൻ 2 വർഷം ജീവിച്ചിട്ടുള്ളൂ. 2.5 വർഷത്തോളം അവൻ്റെ കൂടെ ജീവിച്ചു. അവർക്കൊരു കുഞ്ഞുണ്ട്, 2 വയസ്സായി, കൺമണി മോളെന്നാ പേര്. അവൾക്കിപ്പോൾ മുഴുപ്രാന്ത സരിയുവിന്. അവളാണ് അവൻ്റെ തല അടിച്ച് പൊട്ടിച്ചത്. അവൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ബന്ധമൊക്കെ മനസ്സിലായി. എല്ലാ സത്യങ്ങളും അറിഞ്ഞപ്പോൾ അവൻ്റെ തല അടിച്ച് പൊട്ടിച്ചു. അവൻ മരിച്ചു എന്ന രീതിയിലാണ് അവൾ കൊന്നിട്ടത്. പക്ഷെ അവൻ മരിച്ചില്ല. അവനിപ്പോൾ ICUലുണ്ട്, പതുക്കെ റിക്കവറായി വരുന്നുണ്ട്. പക്ഷെ അവൻ ഇനി ജയിലിലേക്കൊക്കെ പോണത് എന്ന് പറയണം. അവൻ്റെ കുഞ്ഞുണ്ട്, ആ കുഞ്ഞിപ്പോൾ ഞങ്ങളുടെ അടുത്താണ്. അവർ അച്ഛനും അമ്മയും തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് കുഞ്ഞെ വെറുതെ കളയാൻ പറ്റില്ലല്ലോ. കുഞ്ഞ് ഞങ്ങളുടെ അടുത്ത് ഭദ്രമായിട്ടുണ്ട് മേഡം. പിന്നെ അവൻ്റെ ഭാര്യ സരിയു, അവളും ആളൊട്ടും മോശമൊന്നുമല്ല. അതുകൊണ്ട്
അതുകൊണ്ടിട്ടാ ഞങ്ങൾ അവളുടെ ഇപ്പോൾ ബലാന്താശുപത്രിയിലായിട്ട് ഞങ്ങൾക്ക് വലിയ കുഴപ്പമൊന്നും തോന്നുന്നില്ല. കാരണം അവൾ അത്രമാത്രം ക്രൂരതകൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ പേര് മേഡം വിചാരിക്കുന്ന പോലെ മനോഹരൻ എന്നല്ല, മുരുകൻ എന്നാ പേര് എന്ന് പറയണത്. ഇതൊക്കെ കേട്ടിട്ട് മരിയ ആകെ വല്ലാത്ത ഷോക്ക് ആവാട്ടോ. മരിയ പറയണ്ട്, നിങ്ങൾ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമായി. ഇനി ആ പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും നിങ്ങളുടെ കൂടെ എല്ലാ സഹായത്തിനും എന്ന് പറയേണ്ടത്. അങ്ങനെ കല്യാണിയാണെന്നുണ്ടെങ്കിൽ മരിയയുടെ അടുത്ത് ആ മനോഹർ വിവാഹം കഴിച്ച പെണ്ണുങ്ങളുടെ ഫോട്ടോയൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. നിഷയുടെയും നിധയുടെയും അതുപോലെ തന്നെ സരിയുവിൻ്റെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ മരിയയ്ക്ക് എല്ലാം വിശ്വാസമാകുന്നു കേട്ടോ. അങ്ങനെ മരിയക്ക് സന്തോഷമാവാണ്. എന്തായാലും മരിയ അടുത്ത് പറയുന്നുണ്ട്, കല്യാണി എന്തായാലും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയെന്നില്ലല്ലോ. ഇല്ല, ഒരുമിച്ച് ജീവിച്ചു തുടങ്ങിയില്ല. അമേരിക്കയിൽ പോയിട്ട് ഒരുമിച്ച് ജീവിക്കാമെന്നായിരുന്നു വിചാരിച്ചത്. എനിക്കൊരു പ്രാവശ്യം ഒരു ചതിവ് പറ്റിയതാണ്. ഒരാളെന്നെ വിവാഹം കഴിച്ച് അവൻ വേറൊരുത്തരെ കൂടെ ഒളിച്ചോടി പോയി. അതിനുശേഷം ഞാൻ വിവാഹബന്ധേ വേണ്ടെന്ന് വെച്ചതാണ്. പിന്നീടാണ് മനോഹറിനെ കണ്ടപ്പോൾ വീണു പോയത് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, മാഡം അത് മാഡത്തിൻ്റെ കുഴപ്പമില്ല, അവനൊരു പ്രത്യേക കഴിവുണ്ട്, പെണ്ണുങ്ങളെ വലയിൽ വീഴ്ത്താനുള്ള പ്രത്യേക കഴിവ്. അതുകൊണ്ടിട്ടാണ് എന്നാലും മാഡത്തിന് വേറൊന്നും പറ്റില്ലല്ലോ, അതെൻ്റെ ദൈവഭാഗ്യം എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പോകുക കേട്ടോ. പിന്നീട് കാണിക്കണത് നമ്മുടെ വിക്രത്തിനെയും ഗംഗപ്രസാദിനെയാണ്. വിക്രം ഗംഗപ്രസാദിനോട് പറയണ്ടേ, ചേട്ടനിവിടെ നിന്ന് ജയിലിൽ ചാടുമ്പോൾ എന്നെയും കൂടി കൊണ്ടുപോകാവോ ചേട്ടാ, ഞാനും കൂടി വന്നോട്ടെ. എടാ വിക്രമേ, ഞാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് നിന്നെ എത്ര പണം മുടക്കിയിട്ടാണെങ്കിൽ ഇറക്കാടാ, ഞാൻ ഇറങ്ങുമ്പോൾ നീയും കൂടി വന്നേക്കല്ലേ, കാരണം അത് ഭയങ്കര പ്രശ്നമാകും. ഞാനിവിടെ നിന്ന് ഇറങ്ങിയിട്ട് 2 ദിവസത്തിനുള്ളിൽ ഞാൻ നിന്നെ ഇറക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നൊക്കെ പറയാണ്. അത് പറഞ്ഞുകൊണ്ടിരിക്കത്തിന് അവിടേക്ക് രാഹുൽ വരുന്നുണ്ട്. രാഹുൽ സന്തോഷത്തിലാട്ടോ, എല്ലാങ്കിലെ ഭയങ്കര സന്തോഷമാണല്ലോ എന്ന് ഗംഗപ്രസാദ് ചോദിക്കുമ്പോൾ രാഹുൽ പറയണ്ട, അതേടാ എനിക്ക് ഉത്രാടത്തിന് പരോള് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആഹാ, അപ്പോൾ അങ്കിള് പോവാണല്ലേ മോളുടെയും ഭാര്യയുടെ അടുത്തേക്ക്. അതേടാ കൊച്ചുമകളും ഉണ്ടല്ലോ, അവരുടെ കൂടെ ഓണം ആഘോഷിക്കണം. പാവം എൻ്റെ മോള് അവളുടെ സമനില തെറ്റിക്കാണുമായിരിക്കും ഇപ്പോൾ എന്ന് പറയുമ്പോഴേക്കും വിക്രം ചോദിക്കണ്ടേ, അല്ല അങ്കിളെ ആ മനോഹരൻ ഗൾഫിലേക്ക് പോയിട്ടുണ്ടാവോ? അമേരിക്കയിലേക്ക്? അമേരിക്കയിലേക്കാടാ, ഗൾഫല്ല. അവൻ പോയി കാണുമായിരിക്കും. എന്ത് ചെയ്യാൻ, അവരുടെ 2 പൊട്ടിക്കാന്ന് ഞാൻ വിചാരിച്ചതാ. അവൻ പോയി കാണുമായിരിക്കും എന്ന് പറയുമ്പോൾ ഗംഗപ്രസാദ് പറയുന്നുണ്ട്, അവനിപ്പോൾ പോയി കാണും അങ്കിളെ, അത് നിനക്കെങ്ങനെ അറിയാം? നിനക്ക് നേരത്തെ അവനെ പരിചയമുണ്ടോ? ഓ എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ പറഞ്ഞതാ, അവൻ്റെ സ്വഭാവം അങ്കിള് പറഞ്ഞിട്ട് എനിക്കറിയാലോ. എന്നാൽ എൻ്റെ മോളുടെ കാലറിഞ്ഞിട്ടാ ഒരു വിഷമം. ഒരു കൊച്ചുമകളുണ്ട് വീട്ടിൽ, അത് അവൻ്റെ കൊച്ചുമകളാണെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സ്നേഹിക്കാനേ തോന്നണില്ല എന്ന് രാഹുൽ പറയുമ്പോൾ വിക്രം പറയണ്ടേ, എൻ്റെ അങ്കിളെ അത് അവൻ്റെ മോളാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രസവിച്ചത് അങ്കിളുടെ മോളല്ലേ സാരയോ, പിന്നെ എന്തിനാ ആ കൊച്ചിനോട് വല്ല ഇതൊക്കെ കാണിക്കണത്? അത് നീ പറഞ്ഞ ശരിയാടാ, എന്തായാലും എൻ്റെ മോളെ എനിക്കൊന്ന് കാണണം, കൊച്ചുമകളെ ഭാര്യ എനിക്കൊന്ന് കാണണം, എൻ്റെ മോളുടെ അവസ്ഥ എന്താണോ എന്തോ എന്ന് പറയണം. ആ സമയത്ത് രാഹുൽ അവിടെ പണ്ട് പോകുക കേട്ടോ. രാഹുൽ പോയി കഴിയുമ്പോഴേക്കും വിക്രം പറയുന്നുണ്ട്, അവൻ അമേരിക്കയിൽ പോയി കാണില്ല, അത് നിനക്കെങ്ങനെ അറിയാടാ എന്ന് ഗംഗ ചോദിക്കുമ്പോഴേക്കും, അത് ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ചേട്ടന് കിരണിനെ കല്യാണിനെയും കാർത്തികനെയൊക്കെ ഇല്ലാതാക്കിയിട്ട് ഇവിടെ നിന്ന് പോയി തിരിച്ച് ചെന്നൈയിലേക്ക് പോകാൻ നിന്നതല്ലേ, എന്നിട്ട് പോകാൻ പറ്റില്ലല്ലോ. കാരണം എന്താ, കിരണും കല്യാണിയും. അതുപോലെ തന്നെ അവൻ എത്ര പ്രാവശ്യം ഇവിടെ നിന്ന് ചാടാൻ നോക്കിയതെന്ന് അറിയാവോ? ചാടാൻ പറ്റില്ല. കാരണം ആരാ? കല്യാണി. അവൾക്ക് മനുഷ്യരുടെ പിന്തുണയല്ല, ദൈവത്തിൻ്റെ പിന്തുണ ഉള്ളവളാണ്. അതുകൊണ്ട് അവൾക്ക് പെട്ടെന്ന് ആരെയും അവൾക്ക് തോൽപ്പിക്കാനൊന്നും ആവത്തില്ല എന്നൊക്കെ പറഞ്ഞാൽ അവൾക്ക് അത്രയ്ക്ക് ശക്തിയുണ്ട്. അത് പെൺശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തി. അതുകൊണ്ട് ഞാൻ ചേട്ടനോട് പറഞ്ഞത് അവളോട് പെരുമാറുമ്പോൾ സൂക്ഷിച്ച് പെരുമാറാൻ. എന്നാലും ആ മനോഹരനെ സമ്മതിച്ചടാ, അവൻ്റെ ഒരു കഴിവേ, എത്ര പെണ്ണുങ്ങളെ അവൻ വലവീശി പിടിച്ചേക്കണത്. സുന്ദരിമാരും ഡൈവേഴ്സും ചെറുപ്പക്കാരികളും എല്ലാം അവൻ്റെ വലയിലുണ്ട്. അവനെ ഞാൻ ശരിക്കും നമിച്ചടാ. പറഞ്ഞ ചിരിക്കുകയാണ്. എന്തിനാ ചേട്ടൻ ചിരിക്കുന്നത്? അല്ല, അവന് തമിഴ്നാട്ടിലുള്ള പേര് വേറെയായിരുന്നു, പക്ഷേ ഇവിടെയുള്ള പേരോ മനോഹരൻ, ശരിക്കുള്ള പേര് മൂന്നാർ മുരുകൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കണ കിരണിനെയും കല്യാണിനെയാണ്. അവർ തിരിച്ച് രൂപയുടെയും അതുപോലെ തന്നെ നമ്മുടെ ചന്ദ്രസേനെ കാണാൻ വേണ്ടി പോവാട്ടോ. അപ്പോൾ കല്യാണിൻ്റെ ഫോണിലേക്ക് പ്രകാശം വിളിക്കുന്നുണ്ട്. ആരാ കല്യാണി എന്ന് കിരൺ ചോദിക്കുമ്പോൾ അച്ഛനാ. ഓ, ഇനി അതെന്തിനാണാവോ വിളിക്കണത് എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ കല്യാണി പതുക്കെ ഫോൺ എടുക്കണ്ട്. ആ മോളെ, ഞാൻ പറഞ്ഞ കാര്യം എന്തായി, എവിടെയാണ് ഞാൻ വരേണ്ടത് ഓണത്തിന്? അച്ഛാ അത് എന്ന് പറഞ്ഞിട്ട് കല്യാണി ഇങ്ങനെ തപ്പുവാട്ടോ. എന്താ മോളെ? അല്ല, ഇവിടെയാണോ അത് മോളുടെ വീട്ടിലേക്കാണോ അതോ കിരണിൻ്റെ വീട്ടിലേക്കാണോ, എവിടെയാണ് ഓണം ആഘോഷിക്കണത്? അത് അച്ഛാ ഞാൻ പറയാം എന്ന് പറയാണ്. പെട്ടെന്ന് തന്നെ കിരൺ ഫോൺ വാങ്ങിച്ചെടുക്കുന്നുണ്ട്. ഹലോ, എടോ താൻ എന്താണ് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അല്ല ഓണം ആഘോഷിക്കുന്ന കാര്യം അതൊക്കെ ഞങ്ങളെ ആലോചിച്ചും കണ്ടൊക്കെ ചെയ്തോളാം. ശത്രുക്കൾക്കൊക്കെ പണി കിട്ടി തുടങ്ങി, അത് തനിക്കറിയാവോ? അതെ, ഒരു ശത്രു പുറത്തുണ്ടല്ലോ, ഒരു കുറുക്കൻ, കാട്ടുകുറുക്കൻ. അവനിപ്പോൾ ഹോസ്പിറ്റലിലാണ്. മോനെ ആരുടെ കാര്യമോ പറയണത്? ശരിക്കൊന്ന് ആലോചിച്ച് നോക്കുക ആരായിരിക്കുമെന്ന്. അതാ പറഞ്ഞത് ശത്രുക്കൾക്ക് പണി കിട്ടി തുടങ്ങിയെന്ന്. കുറുക്കന്മാരും കുറുക്കത്തെയൊക്കെ എപ്പോൾ ഹോസ്പിറ്റലുണ്ട് എന്ന് പറഞ്ഞിട്ട് കിരൺ ഫോൺ വെക്കാണ്. പ്രകാശൻ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്നാലും അത് ആരായിരിക്കുമെന്ന്. പിന്നീട് കാണിക്കണത് നമ്മുടെ ചന്ദ്രസേന രൂപേനെയാണ്.
അവരുടെ അടുത്ത് കല്യാണി കാര്യം പറയുന്നുണ്ട്, ഓണത്തിന് അച്ഛനെ വിളിക്കുന്ന കാര്യം. അപ്പോൾ ചന്ദ്രസേനും രൂപക്കും വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ. മോളെ അതിൻ്റെ ആവശ്യമുണ്ടോ? നോക്ക്, അമ്മേനെ അച്ഛനെ സഹായിച്ചതും രക്ഷിച്ചതും എൻ്റെ അച്ഛനല്ലേ എന്ന് കല്യാണി പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ്, അതിന് അയാളെ സഹായിക്കാൻ ഞങ്ങൾ പറഞ്ഞല്ലോ എന്ന് വെച്ച് വീട്ടിലൊന്നും വിളിച്ചു വരുത്തണ്ട മോളെ എന്ന് പറയുന്ന ഭാഗത്തോടെയാട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു ഭാഗം കൂടി കാണിച്ചു, സരയു നമ്മുടെ പ്രാന്താശുപത്രി പ്രാന്ത് പിടിച്ച് ഷാരിയുടെയും അവിടുത്തെ സരയുവിൻ്റെ കഴുത്തിൽ തന്നെ ഇങ്ങനെ കയറി ഇങ്ങനെ അമക്കുന്ന ഭാഗം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ മറ്റൊരു വീട്ടിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.